നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. മുംബൈയിലെ ജീവിതം വളരെ തിരക്കേറിയതാണ്. വളരെ വേഗതയേറിയ ജീവിതമാണ് മുംബൈയിൽ. വളരെ വേഗത്തിൽ അധികം താമസമില്ലാതെ കറക്റ്റ് സമയത്തിന് തന്നെ ഓടി ഓടി പോകുന്ന ഇലക്ട്രിക് ട്രെയിനുകളും ആ ട്രെയിനുകളിൽ കയറാൻ വേണ്ടി അതുപോലെ തന്നെ ഓടി ഓടി പോകുന്ന ജനങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു നഗരമാണ് മുംബൈ. ആ മുംബൈയിലെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അവർക്ക് സ്വസ്ഥമായി ഒരിടത്ത് ഇരുന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുവാനും ഇരുന്ന് കഴിക്കുവാനും ഒക്കെ ഉള്ള സമയക്കുറവുണ്ട്. അപ്പോൾ ഈ സമയക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണശാലയാണ് വഴിയോരങ്ങളിലെ ഭക്ഷണശാലകൾ. ലഘു ഭക്ഷണശാലകളാണ് വഴിയോരങ്ങളിൽ ഉള്ളത്. അന്നേരം പുതിയതായി ഉണ്ടാക്കി കൊടുക്കുന്ന ആരുടെയും സമയം അധികമായി കവർന്ന് എടുക്കാത്ത ഈ ലഘു ഭക്ഷണശാലകളെ പറ്റിയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ഹൈപ്പ് കാണുകയാണെങ്കിൽ അത് പ്രസ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ തിരക്കേറിയ മുംബൈ ജീവിതത്തിൽ ഇലക്ട്രിക് ട്രെയിനുകൾ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഓടി ഓടി പോകുന്നു. ആ ഇലക്ട്രിക് ട്രെയിനുകളാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. അത് മാത്രമേ ഉള്ളൂ മുംബൈയിൽ കൂടുതലായി പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമായിട്ട്. അതിനാൽ തന്നെ മിക്കവാറും എല്ലാ ജനങ്ങളും ഈ ട്രെയിനുകളിൽ പോകുവാൻ വേണ്ടിയിട്ട് ഓടി ഓടി പോകുന്നു. നടക്കുക എന്ന് പറയുന്നില്ല ഞാനിവിടെ, കാരണം നടക്കുന്ന ആൾക്കാരെ കാണാനില്ല. എല്ലാവരും ഓടുന്ന പോലെയാണ് നടക്കുക. അത്ര തിരക്ക് പിടിച്ചാണ് എല്ലാവരും സമയത്തിന് ഓഫീസുകളിലേക്ക് പോവുക. ജോലിക്ക് പോകുന്നവർ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം തിരികെ വരുന്നവരും. വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല, രാത്രിയാകും 8 മണി 9 മണി ആകുമ്പോഴാണ് എല്ലാവരും തിരികെ വീട്ടിലേക്ക് എത്തുക. അങ്ങനെയുള്ള ഒരു കൂട്ടരും അതോടൊപ്പം തന്നെ ഫ്ലാറ്റുകളിൽ പകല് മുഴുവൻ ഇരുന്നിട്ട് വൈകുന്നേരം നടക്കുവാനിറങ്ങുന്ന സ്ത്രീജനങ്ങളും കൂടുതലായിട്ടുള്ള അമ്മമാരൊക്കെ പച്ചക്കറികളും മറ്റും വാങ്ങുവാനായി മാർക്കറ്റുകളിലേക്ക് സഞ്ചരിക്കുന്നതും വൈകുന്നേര സമയങ്ങളിലാണ്. അപ്പം ഈ സമയങ്ങളിൽ ആൾക്കാർ കൂടുന്ന സമയങ്ങളിലാണ് ഈ ലഘു ഭക്ഷണശാലകൾ റോഡരികളിൽ വരിക. 4 ചക്രങ്ങളുള്ള ഉന്തുവണ്ടികളാണ് എല്ലാം തന്നെ. ഇത് ആൾക്കാർ വരുന്ന സമയങ്ങളിൽ മാത്രമേ റോഡരികിൽ കാണാറുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ റോഡുകൾ നല്ല ക്ലീനായിട്ട് കിടക്കുകയായിരിക്കും. പലതരത്തിലുള്ള ഭക്ഷണ സംഗതികൾ ഈ ഭക്ഷണശാലകളിൽ ഉണ്ടാകാറുണ്ട്. സാൻഡ്വിച്ചസ്, പൊട്ടറ്റോ വടകൾ, പൂരികൾ, ബേൽപൂരി, പാനിപൂരി, അതുപോലെ തന്നെ ജ്യൂസുകൾ, കുടിക്കുവാനുള്ള പല നിറങ്ങളിലുള്ള ജ്യൂസുകളും. ആപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നത് ഞാൻ ഒരു സ്റ്റേഷനിൽ മാത്രമേ കണ്ടു പരിചയമുള്ളൂ. ചർച്ചിഗേറ്റ് സ്റ്റേഷനിൽ നിന്ന് മാത്രമേ ഞാൻ ആപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുള്ളൂ. മറ്റുള്ളിടത്ത് എനിക്കത് കിട്ടിയതായിട്ടുള്ള പരിചയം ഇല്ല. കരിമ്പിൻ ജ്യൂസ്, നാരങ്ങ വെള്ളം, അങ്ങനെ പലതരത്തിലുള്ള ജ്യൂസുകളും. ഇതോടൊപ്പം ഏറ്റവും കൂടുതലായി ആൾക്കാർ ചായയും കാപ്പിയും ഒന്നും കുടിക്കുന്നതായിട്ട് കാണാറ് പതിവില്ല. വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഇവിടുത്തെ പോലെ നോൺ വെജിറ്റായിട്ടുള്ള മീനോ അല്ലെങ്കിൽ ചിക്കൻ വിഭവങ്ങളോ ഒന്നും തന്നെ കിട്ടാറ് പതിവില്ല. മിക്കവാറും എല്ലാം തന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും. ഉരുളക്കിഴങ്ങ് എണ്ണയിൽ പൊരിച്ചിട്ട് എടുക്കുന്നതാണ് പൊട്ടറ്റോ വട. പൊട്ടറ്റോ വടയും പാവും കൂടെ ചേർത്തിട്ട് വടാപ്പാവ് ആണ് അവരുടെ പ്രഭാത ഭക്ഷണം. അതുപോലെ തന്നെ പാവ് ഭാജി, പാവും എന്ന ബ്രെഡ് പോലെയുള്ള ഒരു സംഭവമാണ് പാവ്. ഈ പാവും അതിൻ്റെ കൂടെ ഒരു സബ്ജി, പാവ് ഭാജി എന്ന് പറയുന്നത്, അത് സാധാരണയായി കടലയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള ഒരു കറിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലഘുഭക്ഷണങ്ങൾ ആണ് ധാരാളമായി ഈ തട്ടുകടകളിൽ കിട്ടുക. തട്ടുകടകൾ എന്ന് പറയുന്നത് ഉന്തുവണ്ടികളാണ്. അപ്പോൾ ഈ ആൾക്കാരുടെ പ്രാതിനിധ്യം കൂടുതലുള്ള സമയങ്ങളിൽ, രാവിലെ സമയങ്ങളിലും വൈകുന്നേരം സമയങ്ങളിലുമാണ് ഈ തട്ടുകടകൾ പ്രവർത്തനക്ഷമം ആകുക. അതോടൊപ്പം തന്നെ
ഉച്ചനേരത്ത് നരിമാൻ പോയിന്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ മറ്റുള്ള കടകളൊന്നുമില്ല, ഓഫീസുകളുടെ സമുച്ചയങ്ങളാണ് നരിമാൻ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം. വലിയ വലിയ ഓഫീസുകളെല്ലാം മുംബൈയുടെ ഒരു കൊമേഴ്ഷ്യൽ തലസ്ഥാനമാണ് മുംബൈ. അപ്പോൾ മേജറായിട്ടുള്ള എല്ലാവിധ ഓഫീസുകളും നരിമാൻ പോയിന്റിലാണ് നടക്കുന്നത്. അപ്പം നരിമാൻ പോയിന്റിനെ പറ്റി മാത്രമായി ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജോലിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉച്ച സമയത്ത് ലഞ്ച് ടൈമിൽ ഇറങ്ങിയിട്ട് വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിലൊന്നും പോയി കഴിക്കുവാനുള്ള സമയം കാണില്ല. അവർക്ക് പെട്ടെന്ന് ലഞ്ചിട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരികെ ഓഫീസിൽ പോകണം. അപ്പോൾ തൊട്ട് താഴെ റോഡിൽ അന്നേരം ഇതുപോലെയുള്ള തട്ടുകടകളെയാണ് അവർ ആശ്രയിക്കുക. സാൻഡ്വിച്ചസും അല്ലെന്നുണ്ടെങ്കിൽ വടാപ്പാവും പൊട്ടറ്റോ വടയും അങ്ങനെയുള്ള ലഘുഭക്ഷണത്തിൽ അവരുടെ ലഞ്ച് അവർ നിർത്തിവെക്കുക പതിവാണ്. അപ്പോൾ ഇങ്ങനെ തിരക്കേറിയ മുംബൈ ജീവിതത്തിൽ അതുപോലെയുള്ള തിരക്കിൽ എന്നോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു സംവിധാനമാണ് വഴിയോരത്തുള്ള ഈ തട്ടുകടകൾ അല്ലെങ്കിൽ ലഘുഭക്ഷണശാലകൾ. അത് തിരക്കേറിയ മുംബൈ ജീവിതത്തിൽ തിരക്കോടെ ഓടി നടക്കുന്ന ഒരു ജോലിക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ജീവിതത്തിൽ തിരക്ക് പിടിച്ചു നടക്കുന്ന ജനങ്ങൾക്ക് വലിയ വില കൊടുക്കാതെ, അവരുടെ സമയം അധികം ചെലവഴിക്കാതെ പെട്ടെന്ന് അവരുടെ വയറ് നിറയുന്ന പോലെ പെട്ടെന്ന് തന്നെ വിശപ്പ് അകറ്റാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വഴിയോരങ്ങളിലെ ഈ ഭക്ഷണശാലകൾ. വളരെ വൃത്തിയായിട്ടും അത് അന്നേരം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പഴകി എന്നുള്ള ഒരു സംഭവമേ അവിടെ ഉണ്ടാകുന്നില്ല. അങ്ങനെ വളരെ ഈ തിരക്കിൻ്റെ കൂടെ തന്നെ അലിഞ്ഞു ചേർന്ന് പോയിരിക്കുന്ന ഒരു സംഭവമാണ് അവിടുത്തെ ഈ ഭക്ഷണശാലകൾ, ലഘു ഭക്ഷണശാലകൾ. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.